രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ സൈക്കോളജി. ബ്രഹ്മമുഹൂർത്തം വെറുമൊരു വിശ്വാസമല്ല ഇത്. ലോകത്തിലെ ഏറ്റവും വിജയിച്ച മനുഷ്യരെല്ലാം സൂര്യോദയത്തിനു മുൻപ് ഉണരുന്നവരാണ്. ആ സമയത്തെ ഏകാഗ്രത നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കുന്ന ആ നേരത്തെ പ്ലാനിംഗ് ആണ് നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം. നന്ദി പറയുന്ന ശീലം, ഗ്രാറ്റിറ്റ്യൂഡ്. ഭക്ഷണം കഴിക്കുമ്പോഴോ രാവിലെ ഉണരുമ്പോഴോ നന്ദി പറയുന്നത് ഒരു മതപരമായ കാര്യം മാത്രമല്ല. മനഃശാസ്ത്രപരമായി ഗ്രാറ്റിറ്റ്യൂഡ് ശീലിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ സന്തോഷം നൽകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഉള്ളതിൽ തൃപ്തി കണ്ടെത്താൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. മൗനം പാലിക്കുന്നതിന്റെ ഗുണം. ദിവസവും 10 മിനിറ്റ് മൗനം പാലിക്കുന്നത് വലിയൊരു മെഡിറ്റേഷനാണ്. അനാവശ്യമായി സംസാരിച്ച് ഊർജം കളയാതിരിക്കാനും ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ഇത് സഹായിക്കുന്നു. വലിയ ബിസിനസ് ലീഡേഴ്സ് പോലും ഈ സൈലൻസ് പിന്തുടരുന്നവരാണ്. ദാനം നൽകുന്നതിലെ ലോജിക്. നാം സമ്പാദിക്കുന്നത് മുഴുവൻ നമുക്ക് മാത്രമുള്ളതല്ല. സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മാനസിക സംതൃപ്തി നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൂടുതൽ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ക്ലീനിങ്ങും മെന്റൽ പീസും. വീട് വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറയുന്നത് വെറും ആചാരമല്ല. അലങ്കോലമായി കിടക്കുന്ന ഒരു മുറി നിങ്ങളുടെ ചിന്തകളെയും അലങ്കോലപ്പെടുത്തും. വിഷ്വൽ ക്ലട്ടർ ഈസ് ഈക്വൽ ടു മെന്റൽ ക്ലട്ടർ. പരിസരം വൃത്തിയായാൽ മനസ്സ് തെളിയും, പുതിയ ആശയങ്ങൾ ഉണ്ടാകും. ക്ഷമിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് അവരോടുള്ള ദയയല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. പകയും ദേഷ്യവും ഉള്ളിൽ വെക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെയാണ് നശിപ്പിക്കുന്നത്. അത് വിട്ടുകളയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകുന്നു.